എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. ഞാൻ പറയുന്ന മദർ ടങ്ക് മാത്രമേ പറയത്തുള്ളൂ. കാരണം ഏഞ്ചലും പറഞ്ഞ പോലെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ബെസ്റ്റ് മദർ ടങ്ക് തന്നെയാണ്. സോ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ മോളായിട്ട് ജനിച്ച ആളാണ്. ഞാൻ ഇത്ര ആദ്യമായിട്ട് കൂട്ടത്തോടെ എല്ലാവരെയും ഇങ്ങനെ എന്റെ 10th പോലും ഒരുമാതിരി വൃത്തിയായിട്ട് 10th ആണെന്ന് പറയാം. ബിക്കോസ് എല്ലാം അല്ലപ്പുറയായിരുന്നു. മൊത്തം എന്നാ പറയാ, പഠിക്കുക ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ എൻജോയ് ചെയ്തത് ആകെ ഈ കോളേജ് ഡേയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതിൽ എനിക്കുള്ള ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പറഞ്ഞു തന്നതാണ്. ഞാനിങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരുന്ന ഞാൻ പോയിരുന്ന് കുത്തി ചോദിക്കും. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആക്ച്വലി പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും എന്റെ ഒരു ഇതിന് ഞാൻ ചെന്ന് ചോദിക്കും. അത് ആരെയും ആ ഒരു ഇമോഷണൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. അത് എന്റെ ക്യാരക്ടർ അങ്ങനെ പോയതുകൊണ്ടാ. ആൻഡ് പിന്നെന്ന് പറയുന്ന വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീട്ടിൽ ഒറ്റ മോളായതുകൊണ്ട് തന്നെ എനിക്ക് 2 സിബ്ലിങ്സ് എന്ന് പറയാം. എന്റെ റൂംമേറ്റ്സ് 2 പേരും. ഞാൻ ഈ അയ്യ പറയുന്ന രേഷു, അതുപോലെ തന്നെ ദേവു, എല്ലാവരും അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരെ കിട്ടി, ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരെ കിട്ടി. പക്ഷെ എങ്കിലും ഞാൻ അയൽവാസികളെയും കിട്ടി. എങ്കിലും നമ്മുടെ ബാച്ചിന്റെ യൂണിറ്റി സെക്കൻഡ് ഇയർ തൊട്ടാണ് ബാച്ചിന്റെ യൂണിറ്റി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. ഫസ്റ്റ് ഇയറിലൊന്നും ഞാൻ അത്ര യൂണിറ്റി ഇതൊന്നും നമ്മുടെ ബാച്ചിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയർ തൊട്ട് അടിപൊളി ബാച്ചാണ്. എനിക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല ബാച്ചായിരുന്നു ഇത്. ആൻഡ് പഠിച്ചിറങ്ങി പോകാൻ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്യും. പിന്നെ മനഃപൂർവ്വം ഞാൻ ആരെയും വേദനിപ്പിക്കുന്നു വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവരുണ്ടാവാം, ഇതിൽ ഇഷ്ടമല്ലാത്തവരുണ്ടാവാം. ആൻഡ് ഇഷ്ടമല്ലാത്തവരുടെ അടുത്ത് ഞാൻ മനഃപൂർവ്വം അല്ല ഓരോ കാര്യങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കുറെ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടും. കുറെ പൊട്ടത്തരം എന്ന് വെച്ചാൽ കുറെ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടും. ഒന്നും മനഃപൂർവ്വം അല്ല, ആരും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ആൻഡ് എനിക്ക് എന്റെ അടുത്ത് ആരും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ മീൻ എനിക്കത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പിന്നാലെ ഇങ്ങനെ ഇതേത് പോകുന്നത്. ആൻഡ് എനിക്ക് കിട്ടാത്തതിന് വെച്ച് ഏറ്റവും നല്ല ബാച്ചായിരുന്നു. ആൻഡ് ഐ മിസ് യു ഓൾ. ക്ലിനിക്കിലുള്ള ഞാൻ ഒരിച്ചിരി നേരം അല്ലെങ്കിൽ എന്റെ വേറെന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ, വേറെന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, ഞാൻ എന്തെങ്കിലും മുന്നിലേക്ക് മാറി നല്ലത് ഇഷ്ടപ്പെട്ടോ. നമുക്ക് ആദ്യം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചിക്കാരിയുടെ ഒരു ഭയങ്കര നിഷ്കളങ്കതയാ, ഭയങ്കര നിഷ്കളങ്കതയാ. എനിക്ക് ഫസ്റ്റ് ഇയറിലാണ് കുറെ ബുദ്ധിമുട്ട് വന്നപ്പോ അന്നെ എന്റെ കൂടെ ശരിക്കും നിന്നിട്ടുണ്ട്. അത് എനിക്ക് അന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും അന്നെ ഒരു ട്രാക്ക് എനിക്ക് മനസ്സിലായി. എന്നെ പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ കൈ അടിച്ചു അന്ന് പറഞ്ഞത് അതൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത്. പക്ഷെ നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ്. എല്ലാരും പറ്റി അന്നെ കെയർ ചെയ്യുന്നോണ്ടാണ്. എനിക്ക് പറയാനൊട്ടും ഇഷ്ടമല്ല. അന്നെ കേട്ടോ ഞാൻ ലാസ്റ്റ് തന്നെ പറയണായിരുന്നു. ഞാൻ ലാസ്റ്റ് ഇനിയും പറയത്തില്ല, എല്ലാരും കേട്ടോണം. അവിടെ ഇച്ചിരി പാവം, ഭയങ്കര നിഷ്കളങ്കത കേട്ടോ. ഞാൻ നമ്മൾ സങ്കടപ്പെട്ടിരിക്കാന്ന് വിചാരിക്കുക. അവരുടെ ആരെയും ഒന്നും മിണ്ടുവായിരുന്നെങ്കിൽ ചിലപ്പോ ഓർക്കുന്ന സമയത്തായിരിക്കും അന്ന വന്നിരിക്കുന്നത്. എടി എന്നാ പറ്റിയിടി മീൻസ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഇക്കാലത്തൊന്നും ആരും ചെയ്യത്തില്ല. പക്ഷെ അവളത് ചെയ്യും. നമ്മുടെ വായന ആൻസർ കേൾക്കാണ്ട് അവളോട്ട് നമ്മളെ കിട്ടൂല. ഏത് നേരം എന്ത് പറ്റിയ ചോദിച്ചോണ്ട് നടക്കും. മതി അന്ന പൊങ്ങി ആക്കി റൂം എന്നിട്ട് പറയാം.